നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പഴയ ഗ്രാമഫോൺ റെക്കോർഡ്സും CDസും ഒക്കെ ഉള്ള ഒരു കടയിൽ ഗായുളും സീവും കൂടി കണ്ടുമുട്ടും. അവർക്ക് മ്യൂസിക്കിലുള്ള ടേസ്റ്റ് ഒരുപോലെയാണെന്ന് ഗായുളിന് മനസ്സിലാവും. കല്യാണത്തിന്റെ അന്ന് സംഭവിച്ച കാര്യങ്ങൾക്കൊക്കെ അവൻ അപ്പോളജൈസ് ചെയ്യും. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ, അതൊന്നും മനസ്സിൽ വെക്കണ്ട, അതൊന്നും പ്രശ്നമില്ല എന്ന് സീവു അവനോട് പറയും. അച്ഛന്റെ ഷോപ്പിൽ ചെന്നിട്ട് ക്യാങ്ങിന്റെ റെക്കോർഡർ ശരിയാക്കാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജിയൂൺ. അന്നേരം ക്യാങ്ങും അങ്ങോട്ടേക്ക് വരും. ആ രണ്ടുപേരും കൂടി അത് ശരിയാക്കും. അച്ഛനോട് നമ്മളുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറയണ്ടേന്ന് ക്യാങ് ചോദിക്കുമ്പോൾ ഇപ്പൊ പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ജിയൂൺ പറയും. അവൾ എപ്പോഴാണോ റെഡി ആകുന്നത് അന്നേരം പറഞ്ഞാൽ മതിയെന്ന് ക്യാങ് തീരുമാനിക്കും. പിറ്റേ ദിവസം ക്യാങ് ദൂരെ ഒരു സ്ഥലത്തേക്ക് ഒരു ഇൻവെസ്റ്ററിനെ മീറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുമെന്ന് ടീമിന്റെ അടുത്ത് പറയും. ഇന്റർനാഷണൽ മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ ക്യാങ് ആണ് നോക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ജിയൂണും ജൂണും കൂടിയാണ് നോക്കുന്നത്. മാർക്കറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ നാരിയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. അതിലെ നായകനെ കണ്ടുപിടിച്ചോന്ന് ജൂൺ നാരിയടുത്ത് ചോദിക്കുമ്പോൾ ഇപ്പൊ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഗായുളിനെയാണ് കാസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നാരി പറയും. അയാളെ പറ്റി കേട്ടിട്ടില്ലേന്ന് ജൂണിന്റെ അടുത്ത് നാരി ചോദിക്കുന്നുണ്ടേ നല്ല ചോയ്സ് ആണെന്നാണ് ജൂൺ പറയുന്നത്. അവർ തമ്മിൽ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊന്നും നാരിക്ക് അറിയത്തില്ലല്ലോ. മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ അന്ന് അവിടെ സ്റ്റേ ചെയ്യാതെ ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് ട്രാവൽ ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് ചെല്ലും ക്യാങ്. കുറച്ച് ദൂരെയാണ്, പക്ഷെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനാണ് പോകുന്നത്. അന്ന് ഡെമോൺസ്ട്രേഷന്റെ ദിവസം ചോയുടെ അടുത്ത് സംസാരിച്ച ഫ്രണ്ടാണ്. ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ചോയും അവനും തമ്മിൽ ഒരു ചെറിയ വഴക്ക് പോലും നടന്നിട്ടില്ല. അവരൊരിക്കലും പിണങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഡിവോഴ്സ് ആയി എന്ന് കേൾക്കുമ്പോൾ ഫ്രണ്ടിന് അത്ഭുതമാണ്. എന്താണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചതെന്ന് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്. ചോയുടെ കല്യാണം രണ്ടാമതും കഴിഞ്ഞു എന്ന് ക്യാങ് അവനോട് പറയും. ഞാനൊരു പെൺകുട്ടിയെ ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നും പറയുന്നത് കേൾക്കുമ്പോൾ നീ കല്യാണത്തെ പറ്റി ആലോചിക്കുന്നില്ലെന്ന് ഫ്രണ്ട് അവനോട് ചോദിക്കും. അന്ന് ജിയൂൺ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ നിറച്ചും പോലീസുകാരാണ്. അവരുടെ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ പല യൂണിറ്റിലും കള്ളം കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ അവളുടെ യൂണിറ്റിലും കയറിയിട്ടുണ്ട്. അന്നേരം തന്നെ സീമുവിന് മെസ്സേജ് അയക്കും. ഇന്നിനി എന്തായാലും ഇയാള് അവിടെ കിടക്കണ്ട, എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പൊക്കോളൂ എന്ന് സിവു അവൾക്ക് റിപ്ലൈ കൊടുക്കും. ജിയൂൺ ആകെ ഷേക്കണായിരിക്കും എന്ന് ക്യാങ്ങിന് അറിയാം. അതുകൊണ്ട് ലാസ്റ്റ് ട്രെയിനിന് കയറി അവൻ അന്ന് തന്നെ തിരിച്ചെത്തും. അവൾ ആ വെപ്രാളത്തിന് സാധനങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ താമസിച്ചുകൊണ്ട് പുതിയ അപ്പാർട്ട്മെന്റ് നമുക്ക് കണ്ടുപിടിക്കാം. അതുകൊണ്ട് അടുത്ത ദിവസം ഇയാളുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നോളൂ എന്ന് ക്യാങ് അവളോട് പറയും. വരാൻ താമസിക്കുമെന്ന് പറഞ്ഞിട്ട് അമ്മ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പുറത്തേക്ക് പോയേക്കുമായിരുന്നു. അച്ഛൻ നടക്കാനായിട്ട് ശ്രമിക്കും. കാല് ഏകദേശം ഓക്കെ ആയി വരുന്നുണ്ടെന്ന് അച്ഛന് മനസ്സിലാവും. പ്രതീക്ഷിക്കാതെ അമ്മ നേരത്തെ വരും. അത് കാണുമ്പോൾ വയ്യാത്ത രീതിയിൽ അച്ഛൻ പ്രിറ്റൻഡ് ചെയ്യും. ഞാനില്ലാത്തപ്പോൾ ഇറങ്ങി നടക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ, ഇത് നേരെ ആയിട്ട് വേണം നമുക്ക് ലോയറിനെ കാണാൻ പോകാനെന്ന് അമ്മ അച്ഛനെ ഓർമ്മിപ്പിക്കും. ജീവന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവള് കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടപ്പോൾ എന്തോ വലിയ ആലോചനയിലായിരുന്നു എന്ന് എനിക്ക് തോന്നിയെന്ന് അച്ഛൻ പറയുമ്പോഴത്തേക്കിനും ജീവൻ ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് അമ്മ പറയും. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് എങ്ങനെയുള്ള ആളെ ഞാൻ കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അമ്മ പറയുമ്പോൾ അതേ കാര്യങ്ങൾ തന്നെ അച്ഛനോടും ചോദിച്ചു എന്ന് അച്ഛൻ ഓർക്കും. നമ്മളോട് പറയാൻ പറ്റാത്ത രീതിക്കുള്ള ആരെങ്കിലും ആണോ അവൾ ഡേറ്റ് ചെയ്യുന്നത്, എന്തെങ്കിലും പ്രശ്നമുള്ള ആളാണോ എന്നൊക്കെ അമ്മയ്ക്ക് ആകെ ആദ്യമാവും. അതുകൊണ്ട് തന്നെ കിംചിയൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അത് കൊണ്ടു കൊടുക്കാനെന്ന വ്യാജന അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോയിട്ട് എന്തെങ്കിലും സൂചന കിട്ടുമോന്ന് മനസ്സിലാക്കിയിട്ട് വരണമെന്ന് അമ്മ അച്ഛനോട് പറയും. വർഷങ്ങൾക്ക് ശേഷം അന്നാണ് അവര് അത്രയും നേരം ഒന്നിച്ച് സംസാരിക്കുന്നത്. സിവുനും കുട്ടിയാണ് പുതിയ അപ്പാർട്ട്മെന്റ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ജിയൂൺ പോകുന്നത്. ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആ ലേഡി ജിയൂണിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. കുറെ എണ്ണം കാണുമ്പോൾ നമുക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ലാസ്റ്റ് കാണുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അതിന്റെ റെന്റ് കൂടുതലാണ്. തന്നെയല്ല ഒരാൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു അപ്പാർട്ട്മെന്റിന്റെ ആവശ്യമില്ല എന്ന് ജിയൂൺ പറയുന്നത് കേൾക്കുമ്പോൾ ഇയാളുടെ മുമ്പിൽ ഇപ്പോൾ 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകിൽ ഒരു ലോൺ എടുത്തിട്ട് പുതിയൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇത് തന്നെ ലീസിന് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് താമസിക്കാം. ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ എൻ്റെ അപ്പാർട്ട്മെന്റിൽ. അതെന്ത് വേണമെന്ന് ഇയാൾക്ക് തീരുമാനിക്കാം. അതും അല്ലെങ്കിൽ കല്യാണം കഴിക്കാമെന്ന് അവൻ പറയും. ഇത് പ്രപ്പോസൽ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഹൗസിംഗ് ഓപ്ഷൻ ആണ് ഞാൻ പറഞ്ഞത്, പ്രപ്പോസൽ ആയിട്ടും കൂട്ടാമെന്ന് ക്യാൻ അവളോട് പറയും. ജെയിനും നോവയും കൂടി സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു ഫ്രഞ്ച് കപ്പിളിനെ കാണാം. അവർക്ക് വഴി അറിയത്തില്ല. അതൊന്ന് പറഞ്ഞു കൊടുക്കാമോ, നിങ്ങൾക്ക് ഫ്രഞ്ച് അറിയാമോ എന്ന് അവർ ചോദിക്കുമ്പോൾ ജെയിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് നോവ പറയും. പക്ഷെ അവളിപ്പോൾ പഠിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവളെ കൊണ്ടാണ് അവൻ പറയിക്കുന്നത്. അവൾ ആദ്യം പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ പിന്നീട് അവർക്ക് മനസ്സിലായിട്ട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അവരോട് അവരുടെ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ സന്തോഷം അവൾക്കുണ്ട്. എന്തുകൊണ്ടാണ് ആദ്യം അവർക്ക് മനസ്സിലാകാഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അവള് സംസാരിച്ചതിലെ മിസ്റ്റേക്സ് ഒക്കെ അവൻ പറഞ്ഞു കൊടുക്കും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവും. ജെൻഡർ ഡിഫറൻസസ് ആണ് അവൾക്ക് അറിയാത്തത്, അത് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ജെയിൻ അവളെയും കൂട്ടി അപ്പാർട്ട്മെന്റിലേക്ക് പോകും. ശരിക്കും അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ജിയൂൺ അവളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ക്യാങ്ങിന്റെ വീട്ടിലേക്ക് വരും. അവളുടെ റൂമെല്ലാം കാണിച്ചു കൊടുത്തിട്ട് അവൻ
കോഫി റെഡിയാക്കാനായിട്ട് പോകും. പക്ഷേ അവൻ പ്രപ്പോസ് ചെയ്തിട്ടും അവൾക്ക് യാതൊരു സന്തോഷവും. നേരത്തെ ആയിരുന്നെങ്കിൽ അവൾ സന്തോഷിച്ചേനെ. ഇപ്പൊ എന്തുകൊണ്ടാണ് ഹെസിറ്റേറ്റ് ചെയ്യുന്നതെന്ന് അവൾക്ക് തന്നെ മനസ്സിലാകുന്നില്ല. അവരുടെ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് ചായയെയും ജൂണിനെയും സ്പെഷ്യൽ പ്രൊമോഷന് വേണ്ടിയിട്ട് ക്യാങ് റെക്കമെൻഡ് ചെയ്യും. പിറ്റേ ദിവസം ഓഫീസിലേക്ക് വരുന്നതന്നെയാണ് ജൂൺ അത് അറിയുന്നത്. ഇനി അത് HR ടീമിന്റെ അടുത്ത് പോകണം, എല്ലാവരും അപ്രൂവ് ചെയ്യണം. അതുകൊണ്ട് ഇപ്പോഴേ അധികം സന്തോഷിക്കേണ്ടെന്ന് ജൂണിനെ ഓർമ്മിപ്പിക്കും. പ്രൊമോഷൻ നോമിനേഷൻ കിട്ടിയെങ്കിലും കല്യാണം കഴിഞ്ഞാൽ അത് തന്റെ കരിയറിനെ ബാധിക്കുമെന്ന് അന്നേരം ജൂണിന് സംശയം തോന്നും. കമ്പനി ആവശ്യപ്പെട്ട കൂട്ട് അവരുടെ പ്രൊഡക്ട്സിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേക സോൺ തരാൻ പറ്റത്തില്ല, കോമ്പറ്റീറ്റേഴ്സ് പ്രശ്നം ഉണ്ടാക്കുമെന്ന് അവരെ ആദ്യം ചെന്ന് കാണുന്ന ഷോപ്പ് ഓണർ ജൂണിന്റെ അടുത്തും പറയും. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വരാമെന്ന് ജൂണിന്റെ അടുത്ത് പറയും. അവരവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രണ്ടുപേരും സാധനം വാങ്ങാനായിട്ട് അങ്ങോട്ടേക്ക് വന്നതാണ് അവർ തമ്മിൽ എന്തോ പറഞ്ഞ് വഴക്കുണ്ടായത് ജൂൺ ശ്രദ്ധിക്കും. ജൂണും വൈഫും തമ്മിൽ വഴക്കുണ്ടാകാറുണ്ടോ എന്ന് ജൂൺ ചോദിക്കും. തീർച്ചയായിട്ടും വഴക്കൊക്കെ ഒരു വീട്ടിൽ സ്വാഭാവികമാണ്. ഒരു റിലേഷൻഷിപ്പ് ആകുമ്പോൾ രണ്ട് വ്യക്തികളാണ്, വ്യത്യസ്ത ഇഷ്ടങ്ങളായിരിക്കും, അഭിപ്രായങ്ങളായിരിക്കും. അപ്പൊ എന്തായാലും വഴക്കുണ്ടാവും. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് അത് കൂടുതലായിരുന്നു. കാരണം പരസ്പരം എന്താണ് വേണ്ടുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഒരു രീതിക്കാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എപ്പോഴും ഒരാൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മൾ വഴക്കുണ്ടാകുമ്പോൾ അതെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതാണ് ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് പരസ്പരം മനസ്സിലായി കഴിയുമ്പോൾ ഒരു ബാലൻസ് കണ്ടെത്താൻ പറ്റും. അങ്ങനെയാണ് എല്ലാവരും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് ജൂൺ അവളോട് പറയും. എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കാൻ? ക്യാങ് പ്രപ്പോസ് ചെയ്തോന്നും കൂടി അവൻ അബദ്ധത്തിൽ ചോദിക്കും. അന്നേരമാണ് അവന് അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി അറിയാമെന്ന് ജിയൂൺ റിയലൈസ് ചെയ്യുന്നത്. അങ്ങനെ ജിയൂണും സിവുവും ഒന്നിച്ച് താമസം തുടങ്ങും. ഒരുപാട് കാര്യങ്ങളിൽ അവരുടെ അപ്രോച്ച് വ്യത്യസ്തമാണ്, എങ്കിലും അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് രണ്ടുപേരും ശ്രമിക്കും. ജിയൂണിന് പ്രൊമോഷൻ കിട്ടാൻ പോവുകയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ മാനേജർ കോയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. എങ്ങനെയെങ്കിലും അത് തടയാനായിട്ട് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ അയാൾ ഫോണിൽ വിളിച്ച് ആരോടോ ചോദിക്കുന്നുണ്ട്. അവർക്കൊരു ഗ്ലോബൽ ടാലന്റ് ഡെവലപ്മെന്റ് പ്രോഗ്രാം കമ്പനിയുടെ ഭാഗത്തു നിന്ന് നടത്തുന്നുണ്ട്. അതിന് പോകാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാമെന്നും പറഞ്ഞിട്ട് ഒരു മെയിൽ വരും. എല്ലാവർക്കും ഇയാളുടെ അടുത്ത് നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി. നോവ അതിനെപ്പറ്റി ജിയൂണിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യും. ജിയൂൺ എന്താണ് അപ്ലൈ ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ ക്യാങ്ങിനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ വയ്യാത്തത് കൊണ്ടാണെന്ന് അവൾ പറയും. നോവയ്ക്ക് പോകാൻ താല്പര്യമുണ്ട്. അവളിപ്പോൾ ഫ്രഞ്ച് പഠിക്കുന്നുണ്ട്. അവർക്ക് ഫ്രാൻസിലേക്ക് പോകാൻ പറ്റും. ഇയാൾക്ക് ഇപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നേക്കുന്നത്. പോകാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തായാലും അപ്ലൈ ചെയ്യണം, കിട്ടുവാണെങ്കിൽ പോകാമല്ലോ എന്ന് ജിയൂൺ നോവയെ പ്രോത്സാഹിപ്പിക്കും. 10 വർഷമായിട്ട് സിവു ഒറ്റയ്ക്കാണ് താമസം. അതുകൊണ്ട് തന്നെ ജിയൂണിന്റെ കൂടെ ഒന്നിച്ച് താമസിക്കാൻ തുടങ്ങിയെന്ന് കേൾക്കുമ്പോൾ ഫ്രണ്ടിന് സർപ്രൈസ് ആണ്. അവനൊരു പെക്യുലർ ക്യാരക്ടർ ആണല്ലോ. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കും അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ പേടിയുണ്ടായിരുന്നു, പക്ഷെ താമസിച്ച് തുടങ്ങിയപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ക്യാങ് ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും. എങ്കിലും നീ ആ പ്രപ്പോസ് ചെയ്ത രീതി ശരിയായില്ല, നീ സീരിയസ് അല്ലാന്ന് ഒരു പക്ഷേ ജിയൂണിന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് പ്രോപ്പറായിട്ട് അത് ചെയ്യണമെന്ന് ഫ്രണ്ട് പറയുന്നുണ്ടേ. പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മറുപടി തരണം എന്നുള്ളൊരു പ്രഷർ ജിയൂണിന് വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് ക്യാങ് പറയും. ഫ്രണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞത് ആലോചിച്ചിട്ട് അന്ന് ജിയൂണിനെ കാണുമ്പോൾ ഒരു ജെല്ലി റിംഗ് കൊടുത്ത് ക്യാങ് പ്രപ്പോസ് ചെയ്യും. ഇയാളെ പ്രഷർ ചെയ്യാതിരിക്കാനും എന്നാൽ ഞാൻ സിൻസിയർ ആണെന്നും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇയാൾക്ക് എത്ര വേണമെങ്കിലും ഞാൻ സമയം തരാം, നല്ലതുപോലെ ആലോചിച്ച് മാത്രം തീരുമാനം എടുത്താൽ മതി എന്ന് ക്യാങ് അവളോട് പറയും. ജിയൂണിനെ പ്രൊമോഷന് നോമിനേറ്റ് ചെയ്തത് മാനേജർ കോയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അയാളുടെ കൂടെ ജോലി ചെയ്യുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വളരെ കുറഞ്ഞ റേറ്റിംഗ് ഒക്കെ അവർക്ക് കൊടുക്കത്തുള്ളായിരുന്നു എന്ന് അയാൾ ദേഷ്യത്തിൽ ആരോടോ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ക്യാങ്ങിനെ കാണുന്നത്. ആ ദേഷ്യമെല്ലാം അയാൾ ക്യാങ്ങിനോട് തീർക്കും. നീ എനിക്കിട്ട് പണിതെന്നാണെന്ന് അറിയാം, നിന്നെപ്പോലെ എനിക്ക് പ്രൊമോഷൻ ഒന്നും കിട്ടിയില്ലെങ്കിലും നിന്നെ താഴെ കൊണ്ടുവരാനുള്ള വിദ്യയൊക്കെ എനിക്കറിയാം, അതിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നൊക്കെ അയാൾ പറയുന്ന കേൾക്കുമ്പോൾ ഈ ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല, കഴിവുള്ള ആളുകളാണ് എന്നോട് ഇതൊക്കെ പറയുന്നതെങ്കിൽ അതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്, നിങ്ങളെ ഞാൻ അങ്ങനെ കൂട്ടിയിട്ടില്ല എന്ന് അവൻ പറയും. അത് കേൾക്കുമ്പോൾ അയാളുടെ ദേഷ്യം കൂടും. നിങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങുന്നതെങ്കിൽ ജിയോണിന്റെ കീഴിൽ നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ അധികം വിദൂരമല്ല എന്നും കൂടി ക്യാങ് പറയും. ജിയോണും നാരിയും നോക്കുമ്പോൾ അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു പെൺകുട്ടി മറ്റൊരു ടീമിലേക്ക് മാറിപ്പോവാണ്. ഒരു മാസം കഴിയുമ്പോൾ ആ പെൺകുട്ടിയുടെ കല്യാണമാണ്. കൊളീഗിനെയാണ് കല്യാണം കഴിക്കുന്നത്. അവരുടെ കമ്പനി പോളിസി അനുസരിച്ച് രണ്ടുപേർക്കും ഒരേ ടീമിൽ പിന്നീട് ഒന്നിച്ച് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ല. യൂഷ്വലി ഇങ്ങനെ ടീം മാറി പോകുന്നത് ജൂനിയർ ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ടാണ് കമ്പനിയിലുള്ള ആളുകളെ ഡേറ്റ് ചെയ്തതെന്ന് പറയുന്നതെന്നൊക്കെ നാരി പറയുന്നത് തന്നെയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ
ജിയു ഓർക്കുന്നത്. അന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ ഇവിടെ രണ്ടുപേര് തമ്മിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവർ ഒരേ ടീമിലാണെങ്കിൽ പിന്നീട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കമ്പനി പോളിസി അനുസരിച്ച് ഒരാൾ ടീം മാറേണ്ടി വരും. ഞാൻ ടീം മാറേണ്ടി വരുമെന്ന് അറിയാമോ എന്ന് ക്യാങ്ങിന്റെ അടുത്ത് അവൾ ചോദിക്കും. അതിന് ഇയാൾ എന്തിനാണ് മാറുന്നത്, മാറുന്നത് ഞാനായിരിക്കും എന്ന് ക്യാങ് അന്നേരം പറയും. ഇന്ന് ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് തിരികെ പോവുകയാണ്, കള്ളനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അവര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവിടെ താമസിച്ചുകൊണ്ട് എനിക്ക് പറ്റുന്ന മറ്റൊരു അപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കാനാണ് തീരുമാനം എന്ന് അവള് പറയുമ്പോൾ ക്യാങ് സമ്മതിക്കും. ജീവൻ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് മാറും. സീവുവും അങ്ങോട്ടേക്ക് ചെല്ലും. അവര് കോഫി കുടിച്ചോണ്ടിരിക്കുമ്പോൾ ആരോ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നെന്ന് മനസ്സിലാവും. വീണ്ടും കള്ളന്മാരാരോ വന്നെന്ന് വിചാരിച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് സീവു നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്നത് ജിയുന്റെ അനിയനും അച്ഛനും കൂടിയാണ്. അവിടെ സിവുവിനെ കണ്ട അനിയൻ ഷോക്ക്ഡ് ആയിട്ട് നിൽക്കും. അച്ഛൻ സർപ്രൈസ്ഡ് ആവും. അച്ഛൻ ഇരിക്കുക, ഞാൻ സംസാരിക്കാമെന്ന് അവൾ പറയുമ്പോഴത്തേക്കും ഞങ്ങൾ ഡേറ്റ് ചെയ്യുകയാണെന്ന് ക്യാൻ അച്ഛനോട് പറയും. ഇത് കേൾക്കുന്നുണ്ടേ നീ പുറത്തേക്ക് വരണം, നമുക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ടെന്ന് അച്ഛൻ സിവുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് ദേഷ്യത്തില് ജിയുനെ നോക്കിയിട്ട് പുറത്തേക്ക് പോകും. അവർ പോയി കഴിയുന്നുണ്ട്. നീ എന്താണ് എന്നെ വിളിക്കാഞ്ഞെന്നും പറഞ്ഞ് അനിയന്റെ അടുത്ത് ജിയുൻ ദേഷ്യപ്പെടും. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ കോൾ അറ്റൻഡ് ചെയ്തില്ല എന്ന് അവൻ പറയുന്നതുകൊണ്ടാണ് അവള് ഫോൺ എടുത്ത് നോക്കുന്നത്. ആ പോയ ആള് അന്ന് ബേസ്ബോൾ ഗെയിമിന്റെ ക്യാമറയിൽ കണ്ട ആളല്ലേ എന്ന് അനിയൻ എക്സൈറ്റഡ് ആയിട്ട് ചോദിക്കും. നീ ഒരു കാരണവശാലും ഇതൊന്നും വീട്ടിൽ ചെന്ന് അമ്മയോട് പറയരുതെന്ന് ജിയുൻ അനിയനോട് പറയും. അച്ഛൻ സിവുവിനെ കൂട്ടി സോജു കുടിക്കാനാണ് പോകുന്നത്. നീ എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് ഒരിക്കൽ പോലും ഞാൻ ചോദിച്ചിട്ടില്ല, അത് എന്റെ തെറ്റാണ് എന്ന് അച്ഛൻ പറയുമ്പോഴത്തേക്കിനും അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താങ്കളുടെ ഇഷ്ടപ്പെട്ട സ്വഭാവം. കാരണം എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഞാൻ എവിടെയാണ് പഠിച്ചത്, എവിടെയാണ് ജോലി ചെയ്യുന്നത്, എത്ര സാലറി ഉണ്ട്, ഈ വക യാതൊരു കാര്യങ്ങളും ഇത്രയും വർഷമായിട്ട് എന്നോട് ചോദിച്ചിട്ടില്ല. അത് എനിക്ക് താങ്കളോടുള്ള റെസ്പെക്ട് കൂട്ടിയിട്ടേ ഉള്ളൂ. എനിക്ക് ജീവനെ വളരെയധികം ഇഷ്ടമാണ്. ഈ ഒരു റിലേഷൻ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം എന്ന് അവൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് അവൻ ചോദിക്കും. ഇതിന് ഞാൻ എന്ത് മറുപടി പറഞ്ഞാലും അച്ഛൻ അപ്സെറ്റ് ആവുമെന്ന് എനിക്കറിയാമെന്ന് അവൻ പറയുമ്പോൾ ശരിയാണ്, കാരണം തൽക്കാലത്തേക്ക് എന്ത് വന്നാലും നിങ്ങളുടെ റിലേഷൻ ഞാൻ സമ്മതിച്ചു തരാൻ പോകുന്നില്ല എന്ന് അച്ഛൻ അവനോട് പറയും. അച്ഛൻ ആകെ അപ്സെറ്റ് ആണെന്ന് അവന് മനസ്സിലാവും. കുടിച്ചൊരു പരുവായ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് സീവു ആണ്. എൻ്റെ വൈഫ് സമ്മതമാണെന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ സമ്മതിക്കൂ, അവള് സമ്മതമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ അച്ഛൻ പറയുന്നുണ്ട്. എന്താണ് അച്ഛൻ പറയുന്നതെന്നും അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. സാധാരണ അച്ഛൻ കുടിക്കുന്നതല്ല, എന്താണെന്ന് സംഭവിച്ചതെന്ന് അറിയത്തില്ല എന്ന് അവർ സീവുവിന്റെ അടുത്ത് പറയും. എന്റെ ഹസ്ബൻഡിനെ എങ്ങനെയാണ് അറിയാവുന്നതെന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. ഞാൻ ഷോപ്പിൽ സ്ഥിരമായിട്ട് ചെല്ലാറുണ്ടെന്ന് അവൻ പറയും. മോൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അമ്മ അടുത്തായിട്ട് ചോദിക്കും. അവൻ കമ്പനിയുടെ പേര് പറയുമ്പോൾ എന്റെ മോളും അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നതെന്ന് അമ്മ പറയും. അന്നേരം അനിയൻ അങ്ങോട്ടേക്ക് വരും. അനിയൻ പരിചയഭാവത്തിൽ സംസാരിക്കാൻ പോകുമ്പോൾ സീവു കണ്ണു കാണിക്കും. ഇതാരാണ് നമ്മുടെ വീട്ടിലൊരു സ്ട്രേഞ്ചർ എന്ന് അനിയൻ അന്നേരം ചോദിക്കും. കുറച്ചു നേരം നിൽക്കുവാണെങ്കിൽ ചായ കുടിച്ചിട്ട് പോകാമെന്ന് അമ്മ പറയുമ്പോൾ ഇപ്പൊ എനിക്ക് സമയമില്ല, ഇപ്പൊ ഞാൻ പോവാണ്, ഇനി കാണുമ്പോൾ പ്രോപ്പറായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അമ്മയെ ഞാൻ പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ പോകുന്നത്. ആ പയ്യൻ എന്ത് ഹാൻസം ആണ്, നീ കേട്ടായിരുന്നു അവൻ എന്നെ അമ്മയെന്നാ വിളിച്ചതെന്ന് പറഞ്ഞ് അമ്മ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ കഴിക്കാനൊക്കെ പോകുമ്പോൾ റെസ്റ്റോറൻറ്റിൽ പ്രായമുള്ള ലേഡീസിനെ കാണുമ്പോൾ ഞാനും അവരെ അമ്മയെന്നാണ് വിളിക്കാറെന്ന് ഉടനെ അനിയൻ തിരിച്ചു പറയും. എൽഡേഴ്സിന്റെ അടുത്തൊക്കെ എത്ര ബഹുമാനത്തോടെയാണ് ആ പയ്യൻ സംസാരിക്കുന്നത്, അവന് കല്യാണം കഴിഞ്ഞതാണോ എന്നൊക്കെ അമ്മ ഇങ്ങനെ എക്സൈറ്റ്മെന്റോടുകൂടി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അനിയൻ ഒന്നും മിണ്ടാതെ ചിരിക്കും. സീവു തിരിച്ചു വരുമ്പോൾ നേരത്തെ അച്ഛനോട് പറയേണ്ടതായിരുന്നു, എങ്കിൽ ഈ പ്രശ്നം വരത്തില്ലായിരുന്നു എന്ന് ജീവൻ പറയും. അത് സാരമില്ല, ഇപ്പോഴാണ് കൃത്യമായ സമയം എന്ന് എനിക്ക് തോന്നുന്നു, കാരണം നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല, നർവസ് ആകേണ്ടി വന്നില്ല, അച്ഛൻ കണ്ടുപിടിച്ചത് കൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഒളിച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് അവൻ ചോദിക്കും. അച്ഛൻ എന്താണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ പക്ഷെ അത് ഞങ്ങൾ തമ്മിലുള്ള സീക്രട്ട് ആണെന്ന് മാത്രമേ സീവു പറയത്തുള്ളൂ. കല്യാണത്തെ പറ്റി ആലോചിക്കുമ്പോൾ പേടിയില്ലേന്ന് ജീവൻ അവനോട് ചോദിക്കും. സ്വാഭാവികമായി ഉണ്ട്, ആദ്യത്തെ കല്യാണം ഫെയിൽ ആയതുകൊണ്ട് തന്നെ പേടിയുണ്ടാവുമല്ലോ, പക്ഷെ ഇയാളായതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിനെപ്പറ്റി ചിന്തിച്ചതെന്ന് അവൻ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ പക്ഷെ പ്രിപ്പയർഡ് അല്ല, എനിക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് അവൾ പറയുമ്പോഴത്തേക്കിനും ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡിയാണെന്ന് അവൻ പറയും. നമ്മുടെ കമ്പനിയിലെ രണ്ടുപേര് തമ്മിൽ അഫെയർ ആണെന്നും പറഞ്ഞ് ഓൺലൈൻ ഫോറത്തിൽ ഒരു പോസ്റ്റ് വരും. ഇവർ തമ്മിൽ നേരത്തെ കല്യാണം കഴിച്ചതായിരുന്നു, പിന്നീട് ഡിവോഴ്സ് ആയി, അതിനുശേഷം ഒന്നിച്ച് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യാനായിട്ട് വന്നു. ഇപ്പോൾ അവർ തമ്മിൽ അഫെയർ ആണ്, കാരണം ഇതിലൊരാളുടെ കല്യാണം കഴിഞ്ഞതാണ്. അവരൊന്നിച്ച് ഹോട്ടലിൽ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച, അതിന് തെളിവ് ഞാൻ തരാമെന്ന് പറഞ്ഞ് 2 റെസിപ്റ്റ് ഒക്കെ ആരോ പോസ്റ്റ് ചെയ്യും. എന്നിട്ട് ക്യാങ്ങിന്റെയും ജോയിയുടെയും വെഡിങ് ഫോട്ടോയും പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരുടെ മുഖം മറച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും കിട്ടും, കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് ആരാണെന്ന് ജിയുണ്ണും ജൂണിനും മനസ്സിലാവും. എന്ത് ചെയ്യണമെന്ന് രണ്ടുപേർക്കും അറിയത്തില്ല. ജിയൂൺ അന്നേരം തന്നെ അത് ക്യാങ്ങിന് ഫോർവേഡ് ചെയ്ത് കൊടുക്കും.
അവൻ ഇതുപോലെ ഗോസിപ്സ് ഒന്നും നോക്കത്തില്ല എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. അത് വായിച്ചിട്ട് ദേഷ്യത്തിൽ അവൻ അന്നേരം തന്നെ അവിടുന്ന് എഴുന്നേറ്റ് എങ്ങോട്ടേക്കോ പോകും. അവൻ്റെ അടുത്ത് പോകരുതെന്ന് പറയാനായിട്ട് ജൂണൊക്കെ പുറകെ വിളിക്കുന്നുണ്ടെങ്കിലും അവനത് ശ്രദ്ധിക്കത്തില്ല. എക്സ്റ്റേണൽ ആപ്പ് വഴിയാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ HR ഡിപ്പാർട്ട്മെന്റിന് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല, റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് HR ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് സിബുവിന്റെ അടുത്ത് പറയും. അന്നത്തേക്ക് ചോയും അങ്ങോട്ടേക്ക് വരും. ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോവാണെന്നാണ് ചോയ് പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും അന്നത്തെ ദിവസം അവിടെ പോയിട്ടുണ്ടായിരുന്നോ ചോദിക്കുമ്പോൾ ഞാൻ ഡിസൈൻ ടീമിന്റെ മീറ്റിങ്ങിനാണ് പോയതെന്ന് ചോയ് പറയും. ഞാനും ഒരു പൊട്ടൻഷ്യൽ ബയറിനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്, പക്ഷെ അവിടെ ചോയ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് സിബുവും പറയും. അപ്പം അവർക്ക് പരസ്പരം അന്നത്തെ ദിവസം ഒരേ ഹോട്ടലിലാണ് താമസിക്കുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. അവരുടെ കമ്പനി സ്പോൺസർ ചെയ്യുന്ന ഹോട്ടൽ ആയതുകൊണ്ട് മാത്രമാണ് അവിടെ താമസിച്ചതെന്ന് സിബു പറഞ്ഞിട്ട്, ഇത് ഇന്റൻഷണൽ ആയിട്ട് ആരെങ്കിലും ചെയ്തതാണെങ്കിൽ എന്ത് നടപടിയാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നതെന്ന് HR അടുത്ത് ചോദിക്കും. കാരണം കമ്പനിയുടെ ഇന്റേണൽ റെസിപ്റ്റ് ആണ് ലീക്ക് ആയേക്കുന്നത്, അതുകൊണ്ട് ഇത് ഓഡിറ്റ് ടീം അന്വേഷിക്കണമെന്ന് അവൻ പറയുമ്പോൾ അത് HR സമ്മതിക്കേണ്ടി വരും. ഈ ഒരു ഡിസ്കഷൻ ഉടനെ ഒന്നും നിൽക്കാൻ പോകുന്നില്ല എന്ന് അവർക്ക് മൂന്നുപേർക്കും മനസ്സിലാവും. അവർ തമ്മിൽ കല്യാണം കഴിഞ്ഞായിരുന്നു എന്ന് നേരത്തെ അറിയായിരുന്നു എന്ന് നോവ ജീവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അറിയായിരുന്നു എന്ന് അവൾ പറയും. ഞങ്ങൾ ഡേറ്റ് ചെയ്യുന്ന കാര്യം എല്ലാവരെയും അറിയിക്കണമെന്ന് അവൾ ചോദിക്കുമ്പോൾ ഒരു കാരണവശാലും ഇതിൻ്റെ ഇടയ്ക്ക് അതിനെപ്പറ്റി മിണ്ടാനേ പോകരുത്, അവരുടെ കാര്യങ്ങൾ സോൾവ് ചെയ്തോളും, അതിൻ്റെ ഇടയ്ക്ക് ഇത് പറയുവാണെങ്കിൽ ഇയാളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് നോവ പറയും. ഇയാളുടെ പ്രൊമോഷൻ അടുത്തിരിക്കുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് അറിയാമല്ലോ, അതുകൊണ്ട് ഒരു കാരണവശാലും ആരോടും ഒന്നും പറയരുതെന്ന് ജൂണും അവളെ വോൺ ചെയ്യും. നേരത്തെ അവരുടെ ടീമിലുണ്ടായിരുന്ന കൊളീഗ്സ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്തേക്ക് വരും. എന്നാൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് ജൂൺ പറയുന്നുണ്ടെങ്കിലും അവരത് വിശ്വസിക്കാനായിട്ട് തയ്യാറാകുന്നില്ല. കൂടുതൽ അവരെ കൊണ്ട് സംസാരിപ്പിച്ച പ്രശ്നമാകുമെന്ന് മനസ്സിലായിട്ട് ജൂൺ അവരെ വിളിച്ച് കോഫി വാങ്ങാനായിട്ട് പോകും. ഒരു കാരണവശാലും ഒന്നും ആരോടും പറയരുതെന്ന് നോവ ജീവന്റെ അടുത്ത് പറയും. ഞാൻ പുറത്തേക്ക് പോയേക്കുമായിരുന്നു, കമ്പനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞ് ക്യാങ്ങിന്റെ മെസ്സേജ് വരും ജീവന്. അവനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജീവൻ അവിടുന്ന് പോകും. കമ്പനി ലോബിയിൽ വെച്ചിട്ട് സിവുവും മാനേജർ കോയും കൂടി കണ്ടുമുട്ടും. അവിടെ ഒരുപാട് ആളുകൾ നിൽക്കെ അവരെല്ലാം കേൾക്കെ അയാള് സിവുനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കും. ചോയ് ഇയാളുടെ റൂമിലേക്കാണോ വന്നത്, ഇയാൾ ചോയുടെ റൂമിലേക്കാണോ പോയത്, നിങ്ങൾ അഫയറിലാകാനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഡിവോഴ്സ് ആയത്, ഇതിനാണോ എക്സൈറ്റ്മെന്റ് കൂടുതലെന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. ഇത് കേട്ടുകൊണ്ടാണ് ജീവൻ അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അന്നത്തെ ദിവസം ക്യാങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണെന്ന് മാനേജർ കോയുടെ അടുത്ത് പറയും. അവൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലാകത്തില്ല. അവള് സിബുവിന്റെ കൈ പിടിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ഡേറ്റ് ചെയ്യുകയാണെന്ന് എല്ലാവരും കേൾക്കെ പറയും. അയാൾ ഷോക്ക്ഡായിട്ട് നിൽക്കും. ഇത് എന്റെ മാരേജ് പ്രപ്പോസലിനുള്ള മറുപടി ആണോ എന്ന് സിബു ചോദിക്കുമ്പോൾ അവള് അതേന്ന് പറയും.